നമസ്കാരം. ഇന്ത്യൻ വിപണിയിൽ ഒരു കാലത്ത് തരംഗമായിരുന്ന മാരുതി സുസുക്കിയുടെ ജിപ്സിയെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കമ്പനി ജിംനി രംഗത്തിറക്കിയത്. പ്രധാനമായും മഹീന്ദ്ര താറിനോട് മുട്ടുക എന്നത് തന്നെയാണ് ഈ SUV ഓഫ് റോഡർ ഇറക്കുമ്പോൾ കമ്പനിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ലക്ഷ്യം. എന്നാൽ അതിപ്പോഴും ഒരു സ്വപ്നം തന്നെ അവശേഷിക്കുന്നു എന്നതാണ് വിൽപ്പന കണക്കുകൾ നൽകുന്ന സൂചന. എങ്കിലും തളരാൻ മാരുതി ഒരിക്കലും തയ്യാറല്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മാരുതി സുസുക്കിയുടെ ജിംനിയുടെ ഏറ്റവും പുതിയ വകഭേദമായ ജിംനി ഹെറിറ്റേജ് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ കമ്പനി. വെറും 500 യൂണിറ്റുകൾ എന്ന കണക്കിൽ ലിമിറ്റഡ് എഡിഷനായാണ് ഈ മോഡലിന്റെ വരവ്. ഇന്ത്യൻ വിപണിയിൽ ഏറെ പ്രതീക്ഷയോടെ ഇറക്കിയ കാറുകളിൽ ഒന്നായിരുന്നു ജിംനിയെങ്കിലും അതിന് പ്രതീക്ഷിച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. നല്ല നിലയിലാണ് വിൽപ്പന ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത് ഗണ്യമായി കുറഞ്ഞു വരികയായിരുന്നു. ഇന്ത്യയിൽ ജിംനി താരതമ്യേന പുതുമുഖമാണെങ്കിലും ഓസ്ട്രേലിയ അടക്കമുള്ള ആഗോള മാർക്കറ്റിൽ ആള് പണ്ട് മുതൽക്കേ ഉള്ളതാണ്. ജിംനി ഹെറിറ്റേജ് എഡിഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ജിംനി 5 ഡോറിന് ഓസ്ട്രേലിയയിൽ ഒരു പുതിയ വേരിയന്റ് കൂടി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷം 3 ഡോർ മോഡലിലും സമാനമായി കമ്പനി ഹെറിറ്റേജ് പതിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ പുതിയ നീക്കം. ലിമിറ്റഡ് എഡിഷൻ മോഡൽ ആയതിനാൽ തന്നെ ഒട്ടേറെ പ്രത്യേകതകളുമായി തന്നെയാണ് ഇതിന്റെ വരവ്. ഹെറിറ്റേജ് ലോഗോയുള്ള പുതിയ ഡെക്കലുകൾ, ചുവന്ന മഡ് ഫ്ലാപ്പുകൾ എന്നിവ പോലുള്ള ഡിസൈൻ മാറ്റങ്ങളോടെയാണ് പുതിയ വകഭേദം വരുന്നത്. ഹെറിറ്റേജ് എഡിഷനിൽ വൈറ്റ്, ജംഗിൾ ഗ്രീൻ, ബ്ലൂഷ് ബ്ലാക്ക് പേൾ, ഗ്രാനൈറ്റ് ഗ്രേ മെറ്റാലിക്, ബ്ലാക്ക് പേൾ റൂഫുള്ള ചിഫോൺ ഐവറി എന്നിവ അടങ്ങിയ ഡ്യുവൽ ടോൺ ഓപ്ഷനുകളാണ് ഉള്ളത്. പുതിയ ഹെറിറ്റേജ് പതിപ്പിന് മാനുവൽ ഗിയർ ബോക്സ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ജിംനി 5 ഡോർ ഇന്ത്യയിൽ നിർമ്മിച്ച് ഓസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി. ഹെറിറ്റേജ് മോഡലിൽ എക്സ്റ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. എഞ്ചിന്റെ കാര്യം പറയുമ്പോൾ അതേ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടി തന്നെയാണ് ഇത് വിപണിയിൽ എത്തുക. എങ്കിലും ഇന്ത്യൻ പതിപ്പിനേക്കാൾ പവർ ഇത്തിരി കുറവായിരിക്കും എന്ന ന്യൂനതയുമുണ്ട്. കാര്യമായ മാറ്റങ്ങളോടെ മാരുതി കഴിഞ്ഞ വർഷം ജിംനി തണ്ടർ എഡിഷൻ ഇന്ത്യയിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യയിൽ ജിംനി തുടങ്ങിയതെങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിന്റെ വിൽപ്പനയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ വേരിയന്റ് ഇവിടേക്ക് കൊണ്ടുവരുമോ എന്നത് കണ്ടു തന്നെ അറിയണം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.